ഹായ് ഹലോ നമസ്തേ, വെൽക്കം ടു ഷാലൂസ് കിച്ചൻ. ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മഞ്ചൂരിയ എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിക്കാം. അതിനായിട്ട് ഞാൻ ഹാഫ് kg ചിക്കൻ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഉപ്പിട്ട് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിരുന്നു. ആ ചിക്കനിലോട്ട് കുറച്ച് ഉപ്പും മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും അതിനുശേഷം കുറച്ച് മൈദയും കോൺഫ്ലവറും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 മുട്ട അതിലിട്ട് പൊട്ടിച്ചൊഴിച്ച് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് അതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം കേട്ടോ. എന്നിട്ട് വേറൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഈ ചിക്കൻ വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ചിക്കന് ഓരോന്നായി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് മൊരിഞ്ഞു പോകാൻ പാടില്ല, കുറച്ച് സോഫ്റ്റായിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഈ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് അതിനെ വേറെ പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റിയിടാം. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും പിന്നെ പച്ചമുളകും ഉള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് ചെയ്യേണ്ടത്. ഒന്ന് നന്നായിട്ട് വഴറ്റണം. വഴന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇവിടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കണം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും ചേർക്കാം. പിന്നെ അതിലോട്ട് 1 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ ചില്ലി സോസും 1 സ്പൂൺ വിനിഗറും കൂടെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ അതിലോട്ട് 1 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിലോട്ട് ഒഴിക്കണം. ഒഴിച്ച് അതും കൂടെ ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് ലെമണും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം.